കണ്ണൂരിലെ കടുത്ത സ്ഥാനാർത്ഥി തർക്കത്തിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ കെ സുധാകരന്റെ വീട്ടിലെത്തി. ഹൈക്കമാൻഡിന് നൽകിയ വാക്ക് താൻ പാലിച്ചെന്ന് കെ സുധാകരൻ ടി ഒ മോഹനനോട് പറഞ്ഞു. കെ സുധാകരൻ നാളെ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ടി ഒ മോഹനൻ പറഞ്ഞു. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഹൈക്കമാൻഡിന് നൽകിയ വാക്ക് പാലിച്ചുവെന്നാണ് സുധാകരൻ പറഞ്ഞതെന്ന് ടി ഒ മോഹനൻ വിശദീകരിച്ചു. സുധാകരന്റെ ഉപദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നും അത് ഇനിയും തുടരുമെന്നും ടി ഒ മോഹനൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ഏറ്റവും സമ്പന്നതനായ നേതാവാണ്, കമ്മിറ്റി അംഗമാണ് സുധാകരൻ. നമുക്കൊക്കെ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ കാലത്തും തന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലയിൽ മാത്രമല്ല സമുദായത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി നയിച്ച നേതാവാണ് അദ്ദേഹം. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കൂടുതലും കണ്ണൂരാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഊർജവും ആവേശവും നൽകിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സമയത്ത് ഒരു പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിർണായകമായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ വരെ സംസാരിച്ചു. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിൽ കൊടുത്ത വാക്കാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ നിലയുള്ള തന്നെ സ്ഥാനാർത്ഥി ആകുമെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. അതാണോ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഉൾപ്പെടെ ഒരിക്കലും നിന്നെ ടി ഒ മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് ഒരു തരത്തിലും തടസ്സമില്ല. അതിനെന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞു. മോഹനെ ഷാൾ അണിയിച്ചാണ് സുധാകരൻ സ്വീകരിച്ചത്. ക്ഷീണിതനാണെന്നും അതിനാൽ മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി.